ഹലോ ഗൈസ്, കഴിഞ്ഞ ദിവസം അനുവിൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ. അനുവിൻ്റെ ആദ്യത്തെ വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ അവളും അക്ഷയ് ചേട്ടനും കൂടി എന്നെയും മുട്ടുവിനെയും കണ്ണനെയും കൂട്ടിയിട്ട് മുട്ടിൽ കോപ്പർ കിച്ചണിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി കേട്ടോ. അനുവിൻ്റെ 9 വർഷത്തെ ലവും 1 വർഷത്തെ ദാമ്പത്യവും. അങ്ങനെ ഞങ്ങളൊരു 8 മണിയായപ്പോഴേക്ക് കോപ്പർ കിച്ചണിൽ എത്തിയിട്ടോ. 7 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ അവിടെ ചെന്ന് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ. അവിടുത്തെ ആംബിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെന്ന് എല്ലാവരും കൂടി മെനു നോക്കിയിരിക്കുക കേട്ടോ. ഞാനും മുട്ടും പിന്നെ വെറുതെ ഇരുന്നു. അപ്പോൾ എല്ലാവരും കൂടി മെനു ഒക്കെ നോക്കി അക്ഷയ് ചേട്ടൻ എന്തൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനും മുട്ടും പിന്നെ ഒരു അന്തവും ഇല്ലാണ്ട് ഇങ്ങനെ വെറുതെ വായും പൊളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ ആംബിയൻസ് ഒക്കെ അടിപൊളിയാട്ടോ. ഒരു കാര്യമില്ലെങ്കിലും ഞാനും മുട്ടും വെറുതെ മെനു നോക്കിക്കൊണ്ടിരുന്നു. ഞങ്ങൾ നോക്കിയാൽ പിന്നെ ബിരിയാണിയിലല്ലേ അവസാനിക്കൂ. അതുകൊണ്ട് ഞങ്ങൾ അതിനധികം മെനക്കെടാൻ നിന്നില്ല. വല്ലപ്പോഴും ഒരു വെറൈറ്റി ഒക്കെ വേണമല്ലോ. അങ്ങനെ അക്ഷയ് ചേട്ടൻ സ്റ്റാർട്ടറായിട്ടൊരു ചിക്കൻ സാലഡാട്ടോ പറഞ്ഞിരുന്നത്. കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് വിളമ്പുന്നേ നോക്കിയിരിക്കുകയാണ് അനു അക്ഷയ് ചേട്ടനും. കണ്ണൻ സാഹസികമായിട്ട് കുറച്ച് വിളമ്പെടുത്തു. പിന്നെ ഞാനും മുട്ടയായിരുന്നു. ഞങ്ങളത് എടുത്തു. ആദ്യത്തെ വൈറ്റ് കുഴപ്പമില്ലായിരുന്നു. അതൊരു കുക്കുംബറായിരുന്നു. രണ്ടാമത്തെ വൈറ്റിൽ ഞങ്ങൾക്ക് തോന്നി വേണ്ടായിരുന്നു എന്ന്. അക്ഷയ് ചേട്ടൻ സാഹസികപരമായിട്ട് എല്ലാവർക്കും വിളമ്പിക്കൊടുത്ത് ലാസ്റ്റ് ബുദ്ധിപരമായിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു കേട്ടോ. അങ്ങനെ ആദ്യം രസമല്ലെന്ന് ചോദിച്ചാൽ മുട്ടയ്ക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം വേണ്ടായിരുന്നു എന്ന് തോന്നി. അങ്ങനെ അത് കഴിച്ചപ്പോഴത്തേക്ക് അക്ഷയ് ചേട്ടൻ സർപ്രൈസ് ആക്കി വെച്ചിരുന്ന ചിക്കൻ പ്ലാറ്റർ എത്തി കേട്ടോ. സംഭവം ആദ്യം കണ്ടപ്പോൾ ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി. ഇത് ഞങ്ങളെല്ലാവരും കൂടി തീർക്കുമെന്നായിരുന്നു സംശയം. പക്ഷെ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളത് കഴിച്ചു തുടങ്ങി. പകുതിയായപ്പം ഞാനും അനുവും മെല്ലെ സൈഡായി. ഞങ്ങളെ കൊണ്ട് പിന്നെ കഴിക്കാൻ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ അതൊന്നും ഒതുങ്ങാൻ വേണ്ടിയിട്ട് അക്ഷയ് ചേട്ടൻ മിൻറ്റ് ലൈം ഓർഡർ ചെയ്തു. അങ്ങനെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി വന്നു കേട്ടോ. അപ്പോൾ വെഡിങ് ആനിവേഴ്സറി അല്ലേ, കേക്ക് മുറിക്കണമല്ലോ. അപ്പം ഞാനും മുട്ടും കൂടി പോയിട്ടൊരു കേക്ക് വാങ്ങിയിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പുഴയുടെ അവിടെ നിർത്തിയിട്ട് ക്യാൻഡിലൊക്കെ കത്തിച്ച് കേക്ക് കട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ അനുവിൻ്റെ 1 വർഷം, അനുവിൻ്റെ 365 ദിവസം. അതും കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി കേട്ടോ.